കുപ്രസിദ്ധ ഗുണ്ട അർജുൻ ആയങ്കി സ്വയം കുഴിച്ച കുഴിയിൽ തന്നെയാണ് വീണത്. വെറുതെ ഹീറോയിസം കാട്ടാൻ ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും ഒക്കെ വെല്ലുവിളിച്ചപ്പോൾ അയാൾ ഇത്രയും പ്രതീക്ഷിച്ച് കാണില്ല. ആയങ്കിക്ക് പിന്നാലെ അയാളുടെ കൂട്ടാളികളെയും പോലീസ് ലക്ഷ്യമിടുന്നുണ്ട്. ക്രിമിനൽ സംഘങ്ങളുമായുള്ള പ്രതിയുടെ ബന്ധം, സാമ്പത്തിക സ്രോതസ് എന്നിവ കണ്ടെത്താൻ നടപടികൾ ആരംഭിച്ചു. അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ കണ്ണൂർ സൈബർ പോലീസ് കൂത്തുപറമ്പ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. അതിനിടെ അർജുൻ ആയങ്കിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ഇയാളുടെ അമ്മയുടെയും സഹോദരന്റെയും മൊഴിയും രേഖപ്പെടുത്തി. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികളും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. അർജുൻ ആയങ്കിയെ പൂട്ടാൻ ശാസ്ത്രീയ തെളിവുകൾ തേടുകയാണ് അന്വേഷണ സംഘം. അഴീക്കോട് കപ്പക്കടവിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. കണ്ണൂർ സൈബർ SHO A അനൂപിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അർജുന്റെ അമ്മയുടെയും സഹോദരൻ അജയ് ആയങ്കിയുടെയും മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനും ഒരുങ്ങുകയാണ് പോലീസ്. ഇതിനായുള്ള കസ്റ്റഡി അപേക്ഷ കണ്ണൂർ സൈബർ പോലീസ് കൂത്തുപറമ്പ് കോടതിയിൽ സമർപ്പിക്കും. അർജുൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ, ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധം, സാമ്പത്തിക സ്രോതസ് തുടങ്ങിയവ ഉൾപ്പെടെ കണ്ടെത്താനാണ് നടപടി. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിനു മുന്നോടിയായി കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് പോലീസ് ഈ ആഴ്ചക്കുള്ളിൽ ജില്ലാ കലക്ടർക്ക് കൈമാറും. ജില്ലാ പോലീസ് മേധാവി മുഖേനയാണ് റിപ്പോർട്ട് നൽകുക. ജില്ലാ കലക്ടറാകും റിപ്പോർട്ടിന്മേൽ അന്തിമ തീരുമാനം എടുക്കുക. അർജുൻ ആയങ്കി കണ്ണൂരിലെത്തിയത് ബുധനാഴ്ചയെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. തളിപ്പറമ്പിലെ ലോഡ്ജിലാണ് 2 ദിവസം തങ്ങിയത്. സുഹൃത്ത് പ്രണവും ബന്ധു കുട്ടനുമാണ് ഇതിനായി സഹായം നൽകിയത്. ഒളിവിൽ കഴിയുന്ന സമയത്ത് ഇയാളുടെ സമൂഹ മാധ്യമ ഹാൻഡിൽ കൈകാര്യം ചെയ്ത ആളുകളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണവും ഊർജിതമാക്കി. കേരള പോലീസിന് നാണക്കേടായി ഒളിവിൽ കഴിഞ്ഞ അർജുൻ ആയങ്കിയെ പിടികൂടിയത് പോലീസിലെ കണ്ണൂർ സ്ക്വാഡിന് നേട്ടമായിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.